സത്യം പറഞ്ഞ ഈ ടെൻഷന്റെ അടിയിൽ ഞാനത് മറന്നു. എന്റെ കയ്യിലാ കുന്ത്രാട്ടമില്ലല്ലോ. ബാബുവിന്റെ കയ്യിലില്ലേ? ഇതിന്റെ അകത്ത് കാശുണ്ടോന്ന് നോക്കട്ടെ. ഒരു ബിസ്കാള് കൊടുത്താ മതി, അവര് തിരിച്ചു വിളിച്ചോളും. നമ്പർ അറിയാവോ? ഇല്ല. അത് മണിക്കറിയാം. നമ്പർ ഞാൻ തരാം. 22553333. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അത് അരമന ബാറോ? സോറി, നമ്പർ മാറിയത് ഞാൻ അറിഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിലെ നമ്പർ മാറിയോ? സ്റ്റേഷനിലെ നമ്പർ അല്ല, എന്റെ കയ്യിൽ നിന്ന് നമ്പർ മാറിയെന്നാ ഞാൻ പറഞ്ഞത്. നമ്പർ ഇനിയും തരാം. 22333355. വെളിവില്ലാതെ പറയുന്നതാ. കറക്റ്റ് ആണോന്ന് ചോദിക്ക്. ചേട്ടന് ഞാൻ ഷേക്കാൻഡ് തന്നതാ. ആ ചേട്ടൻ തന്നെ എന്നെ കളിയാക്കിയോ? കിട്ടി. സംസാരിച്ചു. ഞാനുമായിട്ട് യോജിച്ചു പോയില്ല. സംസാരിച്ചു. അല്ല പിന്നെ. അയ്യോ വത്സല, എന്നെ കയറി പിടിച്ചാണ്. ഞാൻ ഒന്നും ചെയ്തില്ല. സ്വപ്നം കാണാനും സമ്മതിക്കില്ല. ഫോൺ വന്നു. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ലെങ്കിൽ നീ എന്നെ പിടിച്ച് തിന്നോടാ കഴിവറ മോനെ. ഹലോ, SI സാറല്ലേ? നിന്റെ സാറാവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നേരത്തെ വിളിച്ചാരടാ? അത് വേറൊരാളാ. അദ്ദേഹം പേടിച്ചു പോയി. പേടിക്കണം, പ്രത്യേകിച്ച് എന്നെ പോലൊരു പോലീസുകാരനെ പേടിച്ചേ പറ്റൂ. ആട്ടെ, എന്താ കാര്യം? സർ, ഒരാൾ ആത്മഹത്യ ചെയ്തു. നന്നായി. ചേട്ടോ, അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അയാൾ ചെയ്തുള്ളൂ. ആട്ടെ, എന്താ കൊല്ലപ്പെട്ടവന്റെ പേര്? കൊല്ലപ്പെട്ടതല്ല സാർ, ആത്മഹത്യ ചെയ്താണ്. നീ എന്നെ പാപ്പിച്ചണ്ട ഏട്ടാ. ഞാൻ ചോദിക്കണേന് ഇങ്ങോട്ട് മറുപടി പണഞ്ഞാ മതി. നീ ആ ചത്തോന്റെ പേര് പറ. പേര് കുമാരൻ. വീട്ടുപേര്? വീട്ടുപേര് എന്താ? കാട്ടിപ്പറമ്പിൽ. എവിടെയാ സ്ഥലം? സ്ഥലം പഞ്ചാരക്കര. അയ്യോ, ശരിയാണോ? പഞ്ചാരക്കര. താൻ ഫോൺ വെച്ചോ. SI സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഹലോ, ഫോൺ ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. ആരാന്ന് മനസ്സിലായില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ ആരാണെന്ന്? ഇല്ല. കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ, പിന്നെങ്ങനെയാ പറഞ്ഞാ മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഇവിടെ എന്താ പ്രസക്തി? അതെ. തൽക്കാലം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അതാണല്ലോ പ്രധാനം. കാണുന്ന ഒരു കാര്യം ചെയ്യും, വരുന്നവർക്ക് ഇരിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. എന്നാലും ആരായിരിക്കും അയാള്? എനിക്കറിയാം. ആരാ? അയാൾ ആരോ ആണ്. ഗോപാലിന്റെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടതാ. എന്ന് സത്യമായിരിക്കും. വിവരം അറിഞ്ഞ ഉടനെ ഒരു വണ്ടിയും വിളിച്ച് ഇങ്ങോട്ട് പോന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ല. മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. എനിക്കറിയാം മനസ്സിലായിട്ടില്ല എന്ന്. ഞങ്ങളുടെ കുട്ടിയെ പ്രേമിച്ച് നാട് വിട്ട് പോന്നാണല്ലോ അവൻ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഞങ്ങൾ ശത്രുക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ വഴിയില്ല. എന്നാലും ഞങ്ങളുടെ കുട്ടിക്കൊരു ദുഃഖം വന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കപ്പുറത്ത് കിട്ടുമോ ഞങ്ങൾക്ക്? എന്തൊക്കെയായാലും ചോര തന്നെയല്ലേ. എൻ്റെ പെങ്ങളുടെ മോള സൗമിനി, ഞാൻ അമ്മാവൻ, എൻ്റെ പേര് കുഞ്ചു. സൗമിനി അകത്തുണ്ട്, അകത്തോട്ട് എന്നാട്ടെ. അല്ല, എന്താ ഇപ്പൊ ഉണ്ടായേ? കുമാരൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യേ? എന്തേ, കുമാരൻ ആത്മഹത്യ ചെയ്തൂടെ? ചെയ്യാം. എങ്ങനെ അറിഞ്ഞു നിങ്ങള്? കുമാരൻ ഇങ്ങോട്ടൊരു എഴുത്തയച്ചിരുന്നു. അതെങ്ങനെയാ? മരിക്കുന്നതിന് മുമ്പാണ് എഴുതിയത്. അത് പറ. അത്രേ ഉണ്ടായുള്ളൂ. അത് ശരി. ഹൗ സമാധാനായി. കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു മനസമാധാനക്കേടായിരുന്നേ. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ശ്വാസം നേരെ വീഴേ? ശ്വാസം നിലച്ച കാര്യം അയാൾ പറഞ്ഞു. ഇതാരാ? അണ്ണാമാധവേ. കുമാരന്റെ ഫ്രണ്ടാ. എന്ത്? നല്ല പേര്. നിന്നോട് ഈ അമ്മായിക്ക് ഒരു വിരോധവും ഇല്ല. അന്ന് നീ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുമായിരുന്നില്ല മോളെ. നീ പ്രസവിച്ചെന്ന് അറിഞ്ഞപ്പോ അച്ചപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് വരാനായി ഞങ്ങൾ ഒരുങ്ങിയതാ. ഈ അമ്മായിയോട് ദേഷ്യയില്ലെന്ന് പറ മോളെ. നീ ഇങ്ങനെ കരയല്ലേ? നിനക്ക് പ്രഷർ ഉള്ളതാ. എനിക്കാണെങ്കിൽ ഷുഗറും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ നിന്നോട് കരയരുതെന്ന്. നിങ്ങൾക്കത് പറയാം.
അമ്മായി ആണെങ്കിലും അമ്മയുടെ സ്ഥാനമായിരുന്നില്ല എനിക്ക്. എടി നീ വേണേ കരഞ്ഞോ, അവളെ കൂടി കരയിപ്പിക്കില്ലേ? എടി ഫോണോ പേടി ഓഫിയാ. ഹലോ ഹലോ, എനിക്ക് അയ്യേ എന്താ ഇത്? മാമൻ പറയണമെന്ന് കേക്ക്. മരണമെന്ന് പറഞ്ഞാ ഇങ്ങനൊക്കെ തന്നെയാ. അത് ഏത് കോലത്തിൽ എപ്പോഴാ കയറി വരുമെന്ന് പറയാനൊക്കില്ല. ജനിക്കുമ്പോ തന്നെ മരിക്കാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നവരാ നമ്മളൊക്കെ. കുമാരൻ ക്യൂ പാലിക്കാതെ ഓവർടേക്ക് ചെയ്തു, അത്ര തന്നെ. അയ്യോ, കരയാതെ എന്റെ പൊന്നേ. ഈ മനുഷ്യനെ തിന്നേനെ. മോനെ കരയാതെ. ഇടുക്കിയിൽ കനത്ത മഴ. ഇന്ത്യ ഇസ്രയേൽ കരാർ ഏപ്രിൽ തീരുമാനം. നീ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ തപ്പി നടക്കാതെ ആ കുമാരന്റെ അജ്ഞാതീടം വല്ലോടത്ത് പൊന്തിയാന്നൊന്ന് തപ്പി നോക്കടാ. ഗോപാല പറ്റിലെഴുതിക്കോ. ഇങ്ങനെ പറ്റിലെഴുതി എന്താ എന്റെ ഉദ്ദേശം? പെൻഷൻ കിട്ടിട്ടോ? ഓ അങ്ങനെ പെൻഷൻ കിട്ടിയാ പിന്നെ ഈ വഴിക്ക് കാണില്ലല്ലോ. ഇവന്റെ ഒക്കെ ഒരു യോഗം. ഇതൊക്കെ കാണുമ്പോ ചിലപ്പോ തോന്നും എന്റെ ഈ 2 കണ്ണും കുത്തിപ്പിടിച്ച് ഒരു കൂൺ ഗ്ലാസ് വെച്ച് നടന്നാലോ ഒന്നും. കുമാറിന്റെ വീട്ടിലേക്കുള്ള വഴി അതാ ചേട്ടാ? എന്താ? മരിച്ച കുമാറിന്റെ വീട്ടിലേക്കുള്ള വഴി. അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. പോസ്റ്റിന്റെ അപ്പുറത്തൂടെ ചെല്ലുമ്പോ അവിടെ ഒരു വളവുണ്ട്. ആ വളവ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോ ഇടതുവശത്തേക്ക് ഒരു തിരിവുണ്ട്. ആ തിരിവിന്റെ അവിടെ ചെന്ന് മനസ്സിലായില്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. എന്നാ വാ. ഡോർ എവിടെ? ആ കണ്ണ് കാണാൻ പറ്റാത്തവനോടാ വഴി ചോദിക്കുന്നത്. അവന് കണ്ണ് കാണില്ലെന്നുള്ള കാര്യം മൈൻഡ് ചെയ്യണ്ട. 2 കണ്ണുള്ളവരെക്കാൾ കറക്റ്റാ കാര്യങ്ങള്. വേണമെങ്കിൽ ഒരെണ്ണം കൂടുതലാണെന്ന് പറയാം. ധൈര്യമായിട്ട് കൂടെ കൂട്ടിക്കോ. അത് തന്നെയാ വഴി. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ കാറായതുകൊണ്ട് കേറാന്ന് വിചാരിച്ചു. ടൈലറേ, എടാ ടൈലറേ, തയ്ച്ച കുപ്പായത്തിന് വീണ്ടും അളവെടുക്കാൻ നിൽക്കല്ലേ. കേറി പോടിയാത്തെ. കുട്ടപ്പ കാറ് വാങ്ങിയ ആ നോക്കി നടക്കണം. പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പടി മരങ്ങളാ. വെട്ടിവിറ്റ നല്ല കാശാ. പക്ഷെ വെട്ടാൻ പറ്റൂല. എനിക്ക് തോന്നുന്നതേ ഇവർ സ്ഥലം വാങ്ങാൻ വന്നാണ്.